ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ജന. അപ്പൊ സബ് ചെയ്യാത്തവർക്കൊന്ന് പെട്ടെന്ന് സബ് ചെയ്തിടാം മുത്തുമണികളെ. ഹലോ, ഞാനിന്നൊരു തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ചെറിയ വീഡിയോ കണ്ടാലോ? അപ്പൊ ഇൻട്രോ എടുക്കുന്ന കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് സംഭവം പിടുത്തം കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് മക്കൾസ്. അപ്പൊ ആദ്യം ഒരു ചട്ടി എടുക്കുക. ആ ചട്ടീനകത്തേക്ക് നല്ലോണം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളി കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയിടുക. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടോളി, നോ പ്രോബ്ലം. എന്നിട്ട് ഒരു പഴുത്ത തക്കാളി ഇടണം, അതായത് മറക്കരുത്. പഴുത്ത തക്കാളി കൂടി നമുക്ക് അതിനെ മുറിച്ച് പീസാക്കി അതിൻ്റെ അകത്തേക്ക് തട്ടിയതിനു ശേഷം ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ചതച്ച് വെച്ച കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഗ്യാസ് കത്തിച്ചിട്ട് ഇതങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റുക. നല്ലോണം കൂടെ വെന്തോട്ടെ. ഇവിടെ വെന്തിട്ടില്ലെങ്കിൽ അച്ഛനോട് ചീത്ത വേറെ കേൾക്കൂട്ടോ. ചെമ്മീൻ വെന്തില്ല മോളേ എന്ന് പറയും. അപ്പൊ ചെമ്മീൻ നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എന്ത് വേണം നമുക്ക്? മുളക് പൊടി. ഇതൊരു 4 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ അവിടെ എങ്ങനെയാണ് എടുക്കാന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ കണക്കിനൊക്കെയാണ് എടുക്കൽ കേട്ടോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ. എന്തായാലും അതൊക്കെ തട്ടിയതിന് ശേഷം ഇനി അങ്ങോട്ട് നല്ലോണം ഒന്ന് മുളകൊക്കെ ഒന്ന് വെന്ത് സെറ്റാവുന്ന വരുമ്പോൾ കുറച്ച് കാത്തു നിൽക്കാല്ലേ. അപ്പം എന്തായാലും നമ്മളെ 2 അമ്മമാരെ ഞാൻ വീഡിയോയിലേക്ക് പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുവന്നിക്കുന്നു കേട്ടോ. കുക്കിംഗ് ആണെങ്കിലും ഓരോ ഞാൻ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടിക്കുന്നു. ഇനി ഇവിടുത്തെ അച്ഛനെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ സെറ്റാക്കാമെന്നാണ് എൻ്റെ ആലോചന. അപ്പം നമ്മളെ ചെമ്മീൻ എന്തായാലും കുശലം പറയുന്നതിനിടയ്ക്ക് ചെമ്മീൻ എന്തായാലും വെന്ത് വന്നിക്കുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം പറഞ്ഞാലോ. ഇത് വാളംപുളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് സെറ്റാക്കി എടുത്ത വാളംപുളി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് പുളി ഇല്ലെങ്കിൽ ഇതിന് ചെമ്മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ചിട്ട് ഇവിടെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ചെമ്മീൻ്റെ തല ഇതിലെടുക്കലുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെ എടുക്കലില്ല. ഇവിടെ അമ്മ ചെമ്മീൻ്റെ തല എടുക്കും. അപ്പോൾ വർത്താനത്തിനിടയ്ക്ക് ഒരു കാര്യം വിട്ട്, നമ്മൾ തേങ്ങ പാർന്ന് 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പരുവാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പാർന്നു കൊടുക്കണം. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ വാരി ഇട്ടോളി. ഇതൊക്കെ ഇപ്പം എന്ത് പറയാനാണ് അല്ലേ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി വാരിയിടാം. ഇവിടെ കല്ലുപ്പും ഇട്ട് കൊടുക്കും. അത് എനിക്ക് കല്ലുപ്പിട്ടാൽ സെറ്റ് ആവില്ല കേട്ടോ. എനിക്കറിയില്ല, എങ്ങനെയാലും ഉപ്പ് കൂടിപ്പോയി, ഞാൻ പൊടിപ്പാടര്. അങ്ങനെ നമ്മളെ തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം കറിയൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്, തിളച്ച് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കണം. പിന്നെ ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ട് കുനുകുനാന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കണം. വറവിട്ടില്ലെങ്കിൽ കറിക്ക് എന്ത് ടേസ്റ്റ് അല്ല ഉണ്ടാവുക. അങ്ങനെ വറവും കൂടി അതിന് സ്ഥിതിക്ക് ഇതാ പാകത്തിന് വറവ് സെറ്റായി വന്നിക്കുന്നു കേട്ടോ. ഒരു ബ്രൗൺ കളർ, ഓവർ കരിഞ്ഞു പോയാലേ കരിഞ്ഞ ചോയ വരും കറിക്ക്. അതുകൊണ്ട് പാകത്തിനായി കഴിഞ്ഞാൽ ഇതിലേക്ക് തട്ടുക. എന്നിട്ട് കറി അങ്ങോട്ട് എടുത്തിട്ട് ചോറ് കഴിച്ചോളി മക്കളെ. എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിശപ്പിന്റെ മണം അടിക്കാൻ തുടങ്ങിട്ടോ. ഞാൻ പോയി ചോറ് കഴിക്കട്ടെ. അപ്പം നമ്മളെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് സബ് ചെയ്തേടാ. അപ്പൊ ടാറ്റാ.